മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണിയും കിരണും കൂടി മൂപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്തേക്ക് വേലുവിനോട് മൂപ്പൻ ചോദിക്കുക, എല്ലാം എടുത്തിട്ടില്ലേ വേലു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയാൻ കിരൺ കുറച്ച് പൈസ എടുത്ത് മൂപ്പന് കൊടുക്കും കേട്ടോ. അപ്പോൾ മൂപ്പൻ പറയുക, തേനുള്ള പൈസ തന്നല്ലോ, ഭക്ഷണത്തിനാണോ സാറേ ഈ പൈസ തരുന്നത്? അത് ഞങ്ങളുടെ ഒരു സ്നേഹമാണ്. അങ്ങനൊന്നും കരുതണ്ട, ഇത് കുറച്ച് പൈസ ഇരിക്കേണ്ട ഒരു സന്തോഷമാണെന്ന് പറയാം. അങ്ങനെ കിരൺ പിന്നെ കുറച്ച് പൈസ എടുത്ത് അമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വള്ളിക്കും കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ മോൻ ഇത് വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കല്യാണി പറയാം, അമ്മലും എവിടെ? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അന്തിച്ച് നിന്നിട്ട് പറയാം, ചിലപ്പോൾ അരുവിയിൽ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടാവാം എന്ന് പറയുകയാണ് കേട്ടോ. ഇവിടെ മലദൈവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം കിട്ടും, ഞങ്ങൾക്ക് 365 ദിവസം വെള്ളത്തിന് ക്ഷാമയിൽ എത്ര വരൾച്ച വന്നാലും വെള്ളം കിട്ടും എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത്, അപ്പം കിരൺ പറയും, അടുത്ത മാസം ഞങ്ങൾ ഇടയ്ക്കൊക്കെ അടുത്ത മാസമായാലും അറിയിക്കാം വരാം എന്നൊക്കെ പറയണം. കുറച്ചധികം ആൾക്കാരെ കൂട്ടി വരാം, കരിങ്കാളിയുടെ പൂജ സമയത്ത് ഞങ്ങൾ ബന്ധുക്കളൊക്കെ ആയിട്ട് വരാം കേട്ടോ, കടല ദൈവങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഉഗ്രശക്തിയുള്ളവരാണെന്നൊക്കെ മൂപ്പം പറയുവാണ് കേട്ടോ. അപ്പോൾ വേലു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ, അവൾ മിക്കവാറും അവൻ്റെ ഒപ്പം കറങ്ങാൻ പോയിട്ടുണ്ടാവും. വള്ളി പറയുക, ശരി എന്നാൽ ഇറങ്ങിക്കോ എന്ന് പറയുകയാണ് കേട്ടോ. അന്നപ്പോൾ ഇവർ നടക്കുന്ന സമയത്ത് വേലു ചോദിക്കുക, അവളെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരെവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വേലു കാട്ടിലൂടെ വേലും കല്യാണി കിരണും കൂടി നടക്കുന്ന സമയത്തേക്ക് ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇവർ നടക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ അമ്മലു പറയും, വിനായകേട്ടാ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയും, ഞങ്ങൾ വേലുവിനോട് പറയുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് ഞങ്ങൾ സത്യമാ വേലു പറഞ്ഞ വീടും എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായി കേട്ടോ, ഭക്ഷണവും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന നടക്കുക. അപ്പോൾ കല്യാണി പറയുക, വെള്ളത്തിന് പോലും പരിശുദ്ധമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ വേലു പറയാം, അത് വിശ്വസിച്ച് കുടിക്കാൻ നല്ല തണുപ്പും ഉണ്ടെന്ന് പറയുകയാണ്. കിരൺ പറയും, നിങ്ങൾ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജീവിതം കണ്ട് അത്ഭുതപ്പെടാറുണ്ട്, പക്ഷേ ഞാൻ പറയും നിങ്ങളാണ് ഭാഗ്യവാന്മാർ എന്ന്. കല്യാണിയും പറയും, ഇപ്പോഴും ഇതുപോലുള്ള പ്രകൃതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യമാണ് വേലു. വേലു പറയാം, അത് ഞങ്ങൾക്കും അറിയാം, അതാണ് കാട്ടിൽ ജീവിക്കുന്നത്, നാട്ടിൽ വന്ന് ജീവിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ വേലു. അതുപോലെ നാട്ടിൽ ഭയങ്കര ചൂടാണ് സാറേ എന്ന് വേലു പറയുകയാണ് കേട്ടോ. കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല, കൂടി വന്ന ഒരു ദിവസമൊക്കെ നിൽക്കുക, ഇവിടെ ആകുമ്പോൾ ചെറിയ തണുപ്പ് എപ്പോഴും ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ കിരൺ പറയുന്നത് ശരിയാണ് കല്യാണി, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കണം, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, കാട്ടിൽ വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. കല്യാണി പറയുകയാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് വേലു, അല്ലെങ്കിൽ മൂപ്പൻ്റെ വീട്ടിലെ പരിമിതികളിൽ സൗകര്യങ്ങളും ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കിരണേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ കിരൺ പറയുക, എന്താ കല്യാണി, നിനക്ക് ബുദ്ധിമുട്ടില്ലാത്തിടത്ത് എനിക്ക് താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേലു ചോദിക്കണേ, സാറും സാറമ്മയും പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അപ്പോൾ കിരൺ പറയുക, അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? വേലു പറയുക, സംസാരമൊക്കെ കേട്ടപ്പോൾ അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ കിരൺ പറയുക, അതെ ഞങ്ങൾ പ്രേമിച്ചാ കല്യാണം കഴിച്ചത്, ഇവൾക്ക് 10-23 വയസ്സ് വരെ സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു, അതിനുശേഷമാണ് സംസാരശേഷി കിട്ടിയത്. ഇവൾ മിണ്ടാപ്രാണിയെ നടക്കുന്ന കാലം തൊട്ടേ ഞാൻ ഇവളെ പ്രേമിച്ചു, ഞങ്ങളുടെ കല്യാണം ഒക്കെ നടന്നത് വളരെ പ്രയാസപ്പെട്ടാണല്ലേ കല്യാണി എന്ന് പറയുക. അപ്പോൾ കല്യാണിയും പറയാം, അതെ നമ്മൾ ഈ കഥകളിലൊക്കെ വായിക്കില്ലേ വേലു, അതുപോലെ അത് പണക്കാരനായ കിരണേട്ടനും 1 പവൻ പോലും കഴുത്തിലിടയാൻ കഴിവില്ലാത്ത ഞാൻ ആണ് കിരണേട്ടനും തമ്മിലാണ് കൈപിടിച്ച് കയറ്റിയതെന്ന് പറയുക. വേലു പറയാം, അതുകൊണ്ടാണ് സാർ പറയുന്നത് സാറമ്മയുള്ളടുത്ത് താമസിക്കാൻ മടിയില്ല, അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിനൊരു ഭാഗ്യം എന്നൊക്കെ പറയുവാണേ. അപ്പം കല്യാണി പറയാം, ആ ഭാഗ്യം നിനക്കും ഉണ്ടല്ലോ വേലു, അമലും വേലും വേണ്ടി പറഞ്ഞിരിച്ചു ഇരിക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് നിങ്ങളും പ്രേമിച്ചാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പം വെയിലൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കല്യാണം ചോദിക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെയിലു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കിരൺ പറയാം, ഇവൾ ചോദിച്ചതിൽ കാര്യമുണ്ട്, ഭക്ഷണം കഴിച്ചപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അമലുവിനും ടെൻഷൻ ഉണ്ടായിരുന്നു. വെയിലു പറയാം, ടെൻഷനൊക്കെ ഉണ്ട് സാറേ, പക്ഷേ അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴെന്നൊക്കെ വെയിലു പറയണം. അപ്പോൾ കിരൺ പറയാം, നീ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോ, മുന്നിൽ നിന്ന് കല്യാണം നടത്തിത്തരാൻ ഞാനും കല്യാണി ഉണ്ടാവും എന്ന് പറയുവാണ്. അപ്പോൾ കിരൺ കല്യാണി വേലു ഈ സംസാരിക്കുന്നത് ദൂരെ നിന്നിട്ട് ഒരു മരത്തിൻ്റെ പുറകിൽ നിന്നിട്ട് അമലും ഗംഗാപ്രസാദും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗ ചോദിക്കുകയാണ് അമലിനോട് ഇങ്ങനെ കാണിക്കുകയാണ്, ഇനി എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അമൽ ചോദിക്കുക, വിനായകേട്ടനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്നാണോ ചോദിക്കുന്നത്? അപ്പോൾ അവൻ തലയാട്ടുവാണ്. അപ്പോൾ പറയും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് വിവരം അറിയുന്ന വേലുവിനറിയാം, അതുകൊണ്ട് അവൻ പറയാൻ സാധ്യതയില്ല എന്ന് അമൽ പറയുവാണ്. പിന്നെ കല്യാണി കിരണും കൂടി കായലിലൂടെ പോകുന്നതാണ് കേട്ടോ, വള്ളക്കാരൻ്റെ വള്ളത്തിൽ അങ്ങനെ പോവുകയാണ്. വള്ളക്കാരൻ അങ്ങനെ തുഴഞ്ഞ് ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ വള്ളത്തിലിരിക്കുവാണേ. അപ്പോൾ വള്ളക്കാരൻ പറയാം, നിങ്ങളെ കാത്തിരുന്ന് കാണാതായപ്പോൾ ഞാൻ അങ്ങ് മാറിയായിരുന്നു എന്ന് പറയണം. അപ്പോൾ കിരൺ ചോദിക്കണം, ചേട്ടാ ഇവിടെ അടുത്ത് കള്ള് ഷാപ്പുണ്ടോ എന്ന് ചോദിക്കുവാണ്.
നല്ല കള്ളും കിട്ടും, ഫാമിലിയായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്താ സാറേ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുകയാണ്. പിന്നെ നല്ല കുടംപുളിയിട്ട മീൻകറിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാം കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുവാണേ. അതുകൊണ്ടല്ല, ചേട്ടന് നല്ല കള്ളിൻ്റെ മണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ മൂന്നാളും കൂടി ചിരിക്കുവാണേ. സമയം ഇതല്ലേ സാറേ, ഞാൻ 2 ഗ്ലാസ് കള്ള് കുടിച്ചു എന്ന് വള്ളക്കാരൻ പറയുക കേട്ടോ. അപ്പോൾ കല്യാണി പറയും ഗ്ലാസിൻ്റെ എണ്ണമൊന്നും പറയണ്ട, വള്ളം തുഴയാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുവാണ്. ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തുഴയാൻ പറ്റും, നല്ല എനർജി ആയിരിക്കും എന്നൊക്കെ പറയാം. അപ്പം കിരൺ പറയുകയാണേ ഇത് പുഴ ആയതുകൊണ്ട് പിന്നെ ചെക്കിംഗ് ഒന്നും വരത്തില്ല, റോഡായിരുന്നു അങ്ങ് പെടുമായിരുന്നു അല്ലേ എന്ന് പറയുവാണ്. കല്യാണി പറയുക കള്ള് കഴിച്ചുള്ള സന്തോഷം നല്ല സന്തോഷമാണെന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയുവാണ്. ചേട്ടനെ തുഴയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പം കല്യാണി തുഴയും അല്ലേ കല്യാണി, ഒരു കൈ നോക്കുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ വള്ളക്കാരൻ പറയാം അത് സാറിനെ കൈ പിടിച്ച് കയറ്റിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയുവാണ്. നിങ്ങൾക്ക് തേന് തന്ന് വിട്ട വെയിലും ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് ഷാപ്പിൽ പോയി കുടിക്കാറുണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോൾ കല്യാണി പറയും ആഹാ, ഇതിലും നാട്ടിൽ പോയിട്ട് തേനൊക്കെ വിറ്റ് വരുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും, അപ്പോൾ 1-2 ഗ്ലാസ് കുടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മലദൈവത്തിൻ്റെ അടുത്തൊരു മുത്തപ്പൻ ഇരിപ്പുണ്ട്, ആ മുത്തപ്പന് പ്രസാദമായിട്ട് വയ്ക്കുന്നത് കള്ളാണ്. അത് പൂജിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ആ പ്രസാദമായ കള്ള് കുടിക്കാറുണ്ടെന്ന് പറയുവാണ് കേട്ടോ വള്ളക്കാരൻ. ഉപ്പനും മൂപ്പത്തിയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അമല് കുടിക്കുമെന്ന് കല്യാണി ചോദിക്കുമ്പോൾ അവൾക്ക് കള്ളിൻ്റെ മണം അത്ര ഇഷ്ടമല്ല എന്ന് പറയുവാണ്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കാട്ടിനകത്തൊരു ചെടിയുണ്ട്, അത് വായിലിട്ട് ചവച്ചിട്ട് ചെല്ലുള്ളൂ, അതിൻ്റെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4-5 അടി ദൂരത്തെ അവനെ നിർത്തുള്ളൂ എന്ന് പറയുവാണ് വള്ളക്കാരൻ. പിന്നീട് കാണിക്കുന്ന മൂപ്പനും മൂപ്പത്തിയും കൂടി അവിടെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്തേക്ക് അമലും ഗംഗാപ്രസാദും കൂടി ഇങ്ങനെ നടന്ന് വരുവാണ് കേട്ടോ. അത് നടന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയായിരുന്നു രണ്ടുപേരെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, അമലും ഗംഗാപ്രസാദും. വള്ളി ചോദിക്കുമ്പോൾ അപ്പോൾ മൂപ്പൻ ചോദിക്കുകയാണ് അവർ പോയപ്പോൾ മോളെ തിരക്കിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അമല് ചോദിക്കുക എന്തിനാ അവരെന്നെ തിരക്കുന്നതെന്ന് ചോദിക്കുവാണ്. ആരാണെന്ന് അറിയാമോ അപ്പനും അമ്മയ്ക്കുമെന്ന് പിന്നെ വള്ളിയോടും മൂപ്പനോടും കൂടി നമ്മുടെ അമല് ചോദിക്കുകയാണ് കേട്ടോ. അവരാണ് ഏറ്റവും കൂടുതൽ വിനായകേട്ടൻ്റെ ശത്രു എന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ ഇരുന്നിടത്തുനിന്ന് പതുക്കെ എഴുന്നേക്കുവാണേ. മൂപ്പൻ പറയാം അവരുടെ രണ്ടുപേരുടെ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുമ്പോൾ വള്ളിയോടും മൂപ്പനോടും നമ്മുടെ അമല് പറയുവാണ് അതേ അപ്പനും അമ്മയ്ക്കും അറിയാവോ, അവരെ ഇതിന് മുന്നേ ഒരിക്കൽ വന്നായിരുന്നു, ഈ പുള്ളിയുടെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു, അവർ വിനായകേട്ടനെ തിരക്കിയായിരുന്നു വന്നിരുന്നതെന്ന് പറയുവാണ് കേട്ടോ അമലു. ആ സമയത്ത് ഞങ്ങൾ കാട്ടിലുണ്ടായിരുന്ന ഭാഗ്യത്തിന് വിനായകേട്ടനെ അവർ കണ്ടില്ല എന്ന് അമലു പറയുവാണേ. എന്നെ മാത്രമേ അവർ കണ്ടുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെയായിരുന്നല്ലേ. അപ്പോൾ അമലു പറയുകയാണ് ഇന്നും അവർ തേൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ല, തേന് വേലുവേട്ടൻ കൊണ്ട് നാട്ടിൽ കൊണ്ട് കൊടുത്തതാണല്ലോ, ഇന്നും വിനായകേട്ടനെ തിരക്കി തന്നെ അവർ വന്നിട്ടുള്ളതാണെന്നും അമലു പറയുവാണേ. അപ്പോൾ വള്ളിയും പറയണത് ശരിയാണ് മൂപ്പ, അന്ന് കൊടുത്ത തേൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും കാര്യം ഇല്ലാതിരിക്കില്ല എന്ന് വള്ളിയും പറയുവാണേ. അവർ മിക്കവാറും വിനായകേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. പിന്നെ വേലുമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വിനായകേട്ടൻ പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുള്ളതായിരിക്കും എന്നൊക്കെ പറയുന്നതോടെ പാർട്ട് 1 അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.